ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിങ്ങൾക്കും കോന്നിയിലാണ്. കോന്നിയിൽ വന്നപ്പോൾ STPയുടെ ഒരു വലിയ ജാഥ, വലിയൊരു റാലി, ഒരു പ്രതിഷേധ പ്രകടനം പോകുന്ന കണ്ടു. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ജാഥ പോകുന്ന കണ്ടു. വലിയൊരു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ വലിയൊരു ജാഥയാണ് പോകുന്നത്. സമാപനം അൻസാരി ഏനാത്ത് STPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്യുന്നു. STPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് നയിക്കുന്ന ഈ ജാഥയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇതിൽ കാണാം. ജില്ലാ പ്രാദേശിക നേതാക്കന്മാരെല്ലാം ഉണ്ട്. വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവകവുമായ മുദ്രാവാക്യം നടത്തി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മിറ്റി അംഗം ശ്രീ അൻസാരി ഏനാത്ത് തുല്യനീതി നടപ്പാക്കാൻ, ഭരണഘടന ഉറപ്പാക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ നൽകിയ അധികാരം ജനങ്ങൾക്കെതിരെ ഉയർത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം പിന്നെ രാഷ്ട്രീയം കളിക്കുന്ന BJPയുടെ കപടമുഖം തുറന്നതാക്കിക്കൊണ്ട് SDPI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധ റാലിയിലേക്കും സമ്മേളനത്തിലേക്കും എല്ലാ ആധ്യാത്മിക വിഭാഗങ്ങൾക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി ഉറപ്പാക്കുന്നത്, ജനാധിപത്യം സംരക്ഷിക്കുന്നത്, ജനങ്ങൾ നൽകിയ അധികാരം വിനിയോഗിക്കുന്നതിന് പകരം ജനങ്ങളെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നേരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മുസ്ലിങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നേരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഏറെ ബഹുമാന്യനായ ബിനു ജോർജ്, ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ റിയാഷ് കുമ്മന്നൂർ, പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിയമപാലകരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഓരോ ദിവസവും വിദ്വേഷം വമിക്കുന്ന പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ സമാനമായ പ്രോഗ്രാമുകൾ, സംഗമങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ആ
പ്രധാനമന്ത്രി എന്ന പദവിയിലാണ് നാം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. നരേന്ദ്രമോദി എന്ന BJP നേതാവിൽ നിന്ന് നല്ലതായ ഏതെങ്കിലും വാക്കുകൾ വരും എന്ന് ഇന്ത്യയിലെ ഒരു ജനങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. SDP നടത്തുന്ന ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മനം മാറ്റം വന്ന നല്ല സംസാരമുണ്ടാകും എന്ന പ്രതീക്ഷയും പാർട്ടിക്കില്ല. നമുക്കറിയാം 1991 ആ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ LK അദ്വാനിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയവരിൽ പ്രമുഖരായിരുന്നു ഇപ്പോഴത്തെ നരേന്ദ്രമോദിയും അമിത്ഷയും അടക്കമുള്ളവർ. അന്നവർ പറഞ്ഞതും ഇതേ വിദ്വേഷം തന്നെയാണ്. 30 വർഷത്തിന് ശേഷവും അവർക്ക് പറയാനുള്ളതും ഇതേ വിദ്വേഷമാണ്, പരമത വിദ്വേഷമാണ്, മുസ്ലിം വിരുദ്ധതയാണ്, ദലിത് വിരുദ്ധതയാണ്, ക്രൈസ്തവ വിരുദ്ധതയാണ്. അതിനപ്പുറത്തേക്ക് 30 വർഷത്തിന് മുമ്പും ശേഷവും നരേന്ദ്രമോദിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന BJPയിൽ നിന്നോ രാജ്യത്തിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് 2002 ഈ പറയുന്ന നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഗുജറാത്തിൽ നടന്ന കലാപം, 10,000-കണക്കിന് മുസ്ലിങ്ങൾ കൊന്നുവീണ, മരിച്ചു വീണ ആ കലാപം ഇന്നും രാജ്യം മറന്നിട്ടില്ല. ആ കലാപത്തിൽ രക്തസാക്ഷികളായവരെ അവഹേളിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായി ഇന്ന് രാജ്യത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ആ അന്നത്തെ മുഖ്യമന്ത്രിക്ക് രാജ്യത്തെ ഒരു കുപ്രസിദ്ധിയുടെ മുഖമായിരുന്നു. അദ്ദേഹത്തെ പല രാജ്യങ്ങളും അടുപ്പിക്കുമായിരുന്നില്ല. രാജ്യത്തിന്റെ പൊതുവിടങ്ങളിൽ ഒരു സ്വീകാര്യതയും ലഭിക്കാതിരുന്ന ഒരു നരേന്ദ്രമോദി ഉണ്ടായിരുന്നു രാജ്യത്ത്. ആ നരേന്ദ്രമോദിയുടെ അതേ ഭാഷയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ഇന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഈ നരേന്ദ്രമോദിയിൽ നിന്ന് ഇത്തരം വാക്കുകളല്ലാതെ മറ്റൊന്നും ഈ രാജ്യം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നാം ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം സംഗമങ്ങളും സംഘടിപ്പിക്കുന്നത് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാവൽക്കാരാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തിന്റെ പൗരന്മാരായ മുസ്ലിം ജനവിഭാഗത്തെ ഒന്നടങ്കം മറച്ചാക്ഷേപിച്ചുകൊണ്ട് ദിനവും അദ്ദേഹം ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുമ്പോ അതിനെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ, ആ വിദ്വേഷ പ്രചരണത്തിൽ മാറി നിൽക്കണമെന്ന് ആർജവത്തോടെ പറയാൻ കഴിയാത്ത ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം സമരപരിപാടികളും ഒക്കെ തന്നെ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് നടപ്പിലാക്കേണ്ടി വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യം 2024 ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോ ഈ രാജ്യത്ത് 10 വർഷം അധികാരം നേടിയ ആ 10 വർഷവും രാജ്യത്ത് അധികാരം കൈയാളിയിരുന്ന ഒരു ഭരണമുന്നണിയുടെ മുദ്രാവാക്യം എന്താ? എന്തെങ്കിലും വികസനമാണോ അവർ പറയുന്നത്? നമുക്കറിയാലോ, പ്രാണപ്രതിഷ്ഠയുമായി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മാങ്ങാങ്കമായി നടത്തിയിട്ട് ഇവിടുത്തെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൈക്കലാക്കാമെന്ന ധാരണ ഈ രാജ്യത്തിന്റെ നല്ലവരായ ഹൈന്ദവ സമൂഹം പുച്ഛത്തോടെ തള്ളിപ്പറഞ്ഞപ്പോ അത് UP-യിൽ പോലും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവർ അതിൽ നിന്നും മലക്കമറിയുക. പിന്നെന്താ? പിന്നീട് CAA, നമുക്കറിയാം, CAA നടപ്പിലാക്കി 2019 രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ പ്രതിഷേധത്തിന്റെ തീജ്വാല പകർന്നു. ഈ രാജ്യത്തിന്റെ ഓരോ തെരുവുകളിൽ അങ്ങകലെ ഷഹീദ് ബാഗിലടക്കം ഇന്ന് കോന്നിയിലെ ഉൾഗ്രാമങ്ങളിലടക്കം ഈ കുട്ടികളും ഈ പറയുന്ന സ്ത്രീകളും അടക്കം വൃദ്ധരും തെരുവുകളിൽ ഇറങ്ങിയപ്പോ അത് മുട്ടുമടക്കി അത് നടപ്പിലാക്കാതെ പിൻവാങ്ങേണ്ടി വന്ന ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. അങ്ങനെ 2-3 വർഷം ഇത് നടപ്പിലാക്കാതിരുന്നതിന് ശേഷമാണ് ഇപ്പോ ഇലക്ഷന് തൊട്ടു മുമ്പ് അതിന്റെ വിജ്ഞാപനം ഇറക്കുകയാ. എന്താ? അത് നടപ്പിലാക്കും.
അത് വിജ്ഞാപനം ഇറക്കുമ്പോൾ നമുക്ക് അറിയാം 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിമുഖീകരിക്കുന്നു, രാജ്യത്തിന്റെ ജനങ്ങളോട് സംവദിക്കുന്നു, എന്തോ ഒരു ഭീതികരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു, രാജ്യത്തിന്റെ ജനങ്ങളൊക്കെ തന്നെ വിജിലന്റ് ആകുന്നു. എന്താ പറയുന്നത്? CAA നടപ്പിലാക്കുന്നു. അതിലൂടെ രാജ്യത്തിന്റെ ന്യൂനപക്ഷം തെരുവിലിറങ്ങുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷം തെരുവിലിറങ്ങും. ഇവിടെ അശാന്തിയുടെ നാളുകളായിരിക്കും. അങ്ങനെ അശാന്തി നിറഞ്ഞ കലാപത്തിനിടയിലൂടെ അവർക്ക് ഈ ഇലക്ഷനെ നേരിട്ടാൽ സ്വാഭാവികമായും അവർക്ക് നേട്ടമുണ്ടാകും എന്ന കാഴ്ചപ്പാടിലൂടെയാണ് പിന്നീട് അവരുടെ ഇലക്ഷനെ നേരിടാൻ ശ്രമം നടത്തിയത്. പക്ഷേ ഈ രാജ്യത്തിനൊരു പൈതൃകമുണ്ട്, രാജ്യത്തിനൊരു മതേതരത്വമുണ്ട്. ആ മതേതരത്വം ഈ പറയുന്ന BJP കാണുന്ന ഒരു മതേതരത്വമല്ല. അവർ ഈ കാലം അത്രയും പഠിപ്പിക്കുന്ന ഒരു മതേതരത്വമല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രാജ്യത്തിന് ഒന്നടങ്കം മഴയ്ക്കുമാണ് ഈ രാജ്യത്തിന്റെ സർവ്വസന്നാഹങ്ങളും ആ സർവ്വ നിയമ സംവിധാനങ്ങളും സർവ സൈന്യ സംവിധാനങ്ങളും ഒക്കെ അടക്കിമാണ് ഈ പറയുന്ന BJP പിന്നെ ബ്രിട്ടീഷിന്റെ അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു പാരമ്പര്യമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൈതൃകം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ജനങ്ങൾ ഒന്നടങ്കം അതിനകത്ത് ബുദ്ധിപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചു. എന്താ നിലപാട്? തൊട്ടടുത്ത് ഇലക്ഷനല്ലേ വരുന്നത്. ആ ഇലക്ഷനിൽ BJP എന്ന് പറയുന്ന ഈ സഖ്യത്തെ മാറ്റി നിർത്തി മറ്റൊരു മുന്നണിക്ക് അധികാരം നേടിയാൽ ഈ പറയുന്ന CAA അടക്കമുള്ള രാജ്യവിരുദ്ധമായ രാജ്യത്തിന്റെ പൗരന്മാരെ ബാധിക്കുന്ന ഒട്ടനവധി നിയമങ്ങൾ എടുത്തുകളയാൻ ശേഷിയുള്ള ഒരു ഗവൺമെന്റിന് അവിടെ അധികാരം നൽകിയാൽ അതായിരിക്കും ഏറ്റവും ഗുണകരം എന്ന് ഈ രാജ്യത്തിന്റെ പൊതുബോധം മനസ്സിലാക്കി അതിനെതിരെ തെരുവുകളിൽ ഇറങ്ങിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രാജ്യത്തെ തെരുവുകളിൽ ഇറങ്ങിയില്ല. ഇറങ്ങാത്തതിന് ശേഷം അതും പാളി എന്നതിന് ശേഷമാണ് പിന്നീട് നരേന്ദ്രമോദിയും കൂട്ടനും മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന പുതിയൊരു മുദ്രാവാക്യവുമായി രാജ്യത്തിറങ്ങിയത്. ആ മോദി ഗ്യാരണ്ടിയെ കുറിച്ച് നമുക്കറിയാം. നിരവധി ഗ്യാരണ്ടികളാണ് മോഡിയുടെ BJP പറഞ്ഞത്. അതിലൊന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്നാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കകം ഈ രാജ്യം ചർച്ച ചെയ്തതെന്താ? BJPയുടെ നേതൃത്വത്തിൽ നടന്ന സ്ത്രീ വിരുദ്ധ സമീപനങ്ങൾ, BJP പ്രവർത്തകരിൽ നിന്ന് നടന്ന സ്ത്രീകൾക്കെതിരായ കലാപങ്ങൾ, ഈ രാജ്യത്ത് മണിപ്പൂരടക്കം സ്ത്രീകളെ നഗ്നരാക്കി ഈ രാജ്യത്തിന്റെ തെരുവിലൂടെ ആട്ടിയോടിച്ചതിന്റെ ചിത്രങ്ങൾ ഒന്നടങ്കം രാജ്യം ചർച്ച ചെയ്തു. പിന്നീട് രാജ്യം മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. എന്താ ആ മോഡിയുടെ ഗ്യാരണ്ടി? രാജ്യത്ത് വിലക്കയറ്റം. മോദിക്ക് ഗ്യാരണ്ടി നൽകാൻ കഴിയോ? രാജ്യത്ത് വിലക്കുറഞ്ഞ് 10 വർഷം അധികാരത്തിലേറി. അന്നത്തെ പെട്രോളിന്റെ വില എന്താ? അന്നത്തെ ഗ്യാസിന്റെ വില എന്താ? ഇന്നത്തെ ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും എന്താ? ജനങ്ങൾ ചർച്ച ചെയ്തില്ലേ? അന്ന് വാങ്ങിയിരുന്ന മരുന്നിന്റെ വിലയും ഇന്ന് നരേന്ദ്രമോദി 10 വർഷം അധികാരത്തിലിരുന്നതിന് ശേഷം സാധാരണ ജനങ്ങൾ വാങ്ങുന്ന വിലയും മരുന്നിന്റെ വിലയും ഈ രാജ്യം ചർച്ച ചെയ്തില്ലേ? ഈ രാജ്യത്തിന്റെ തൊഴിലിടങ്ങളെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്തില്ലേ? രാജ്യത്തിന്റെ കർഷകരെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്തില്ലേ? രാജ്യത്തിന്റെ തൊഴിലാളികളുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്തില്ലേ? അങ്ങനെ രാജ്യം നേരിടുന്ന ഒട്ടനവധി ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, എന്നും രാജ്യം നേരിടുന്ന ദൈന്യതയെ കുറിച്ച് നിരന്തരം ഈ രാജ്യം ചർച്ച ചെയ്തപ്പോ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു വിജയിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് മനസ്സിലായത്? അവിടെ CSDSയും ലോകനീതിയും അടക്കമുള്ളവർ നടത്തിയ സർവകൾ, ആ സർവേയിൽ നിന്ന് മനസ്സിലായത് ഈ പറയുന്ന NDA എന്ന് പറയുന്ന മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരില്ല എന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം 19-ാം തീയതി നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ നിന്ന് മനസ്സിലാകുമ്പോ രണ്ടാം ഘട്ട വോട്ടെടുപ്പോടുകൂടി ആ ചിത്രം രാജ്യത്തിന്റെ തെളിയുകയാ. എന്തുകൊണ്ടാ? എതിരാളികളില്ല. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളിന് കീഴിൽ ഒരു രാജാവിന് കീഴിൽ രാജ്യം ഇലക്ഷന് നേരിടുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് ഒന്നും പേടിക്കാനില്ല. രാജ്യത്ത് ഞങ്ങളല്ലാണ്ട് മറ്റാരും അധികാരത്തിലേറില്ല എന്ന
ആ അടിയുറച്ച ആത്മവിശ്വാസമുണ്ടല്ലോ, ആത്മവിശ്വാസവുമായി ഈ രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ കാലിടറുന്നത് ഗ്രാമങ്ങളിൽ, കാലിടറുന്നത് ഈ നഗരങ്ങളിൽ, കാലിടറുന്നത് ഓരോ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് കാലിടറുന്നത് BJPക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴേ എല്ലാ സമീപനവും മാറ്റി. പിന്നെ രക്ഷയില്ലാത്ത മുസ്ലിം വിരോധം ഈ നരേന്ദ്രമോദി തന്നെ നേതൃത്വം കൊടുക്കുകയാ. എങ്ങനെയാ നരേന്ദ്രമോദി തന്നെ നേതൃത്വം കൊടുക്കുകയാ? എന്താ പറയുന്നത്? ഒരടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളം. എന്തെങ്കിലും വസ്തുതയുണ്ടോ? 10 വർഷം രാജ്യം ഭരിച്ചിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത സർവസന്നാഹങ്ങളും അരികിലുണ്ടായിരുന്നിട്ടും ആ സംവിധാനങ്ങളെ, അന്വേഷണ ഏജൻസികളെ, ഉദ്യോഗസ്ഥരെ അടക്കം അന്വേഷിക്കാൻ കഴിയാമായിരുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇപ്പൊ പറയുക. ഇപ്പൊ മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് മാത്രമോ? ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവർക്ക് പിന്നെ ലെറ്റർ കൊടുക്കുകയാ. ഓരോ സ്ഥാനാർത്ഥികളും വിദ്വേഷം പ്രചരിപ്പിച്ചോ, മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞോ, കോൺഗ്രസിനെതിരെ പറഞ്ഞോ, പാകിസ്ഥാനുമായി കൂട്ടുകെട്ടിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അധികാരത്തിലേറണമെന്നാണ് പറയുന്നത്. അങ്ങനെ പച്ചക്കള്ളം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വയനാടിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ആ മത്സരം ആദ്യമല്ലല്ലോ, കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. കഴിഞ്ഞ 5 കൊല്ലം പാർലമെന്റിൽ വയനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ പാർലമെന്റിൽ ഇരുന്നു. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അനർഹമായി അദ്ദേഹം നേടിത്തന്നോ? ഇപ്പോ നരേന്ദ്രമോദി എന്താ പറയുന്നത്? വയനാടിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് അനർഹമായി സംവരണം നൽകും. അത് കരാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രാജ്യം വിൽക്കാൻ കരാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പാകിസ്ഥാനുമായി കൈകോർക്കാൻ കരാറുണ്ടോ എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. മാത്രമല്ല, വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കുകയാ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. മറ്റൊന്നോ, ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളായ അടിസ്ഥാന ജനവിഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ ദളിത് വിഭാഗം, ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗം, ഇവിടുത്തെ OBC വിഭാഗം, ഈ വിഭാഗങ്ങളൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഇവിടുത്തെ SC ST വിഭാഗങ്ങളുടെ സംവരണത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അനർഹമായി നേടിക്കൊടുക്കാൻ ഈ കോൺഗ്രസ് പദ്ധതിയിടുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കരുത്. ആരാ പറയുന്നേ? നരേന്ദ്രമോദി. മറ്റൊന്നോ, ഹൈന്ദവ സ്ത്രീകളെ നിങ്ങളൊന്നറിയുമോ? നിങ്ങളുടെ കെട്ടുകാലി പോലും അവർ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നീക്കിവെക്കും, മാറ്റിക്കൊടുക്കും എന്ന് പറയുക ഒരു പ്രധാനമന്ത്രി. ആരാ? BJPയുടെ ശാഖയിൽ പോകുന്ന, അല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ പോകുന്ന ഏതെങ്കിലും ഒരു സംഖ്യയല്ല, ഏതെങ്കിലും ഒരു സാധാരണ ആളല്ല. നരേന്ദ്രമോദി മഹാനാണെന്നുമല്ല പറയുന്നത്. പക്ഷേ ഒരുപാട് മഹാരഥന്മാരിരുന്ന ഈ രാജ്യത്തിന്റെ എല്ലാ അഭിമാനവും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് പ്രധാനമന്ത്രി പദം. ആ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം യാഥാർത്ഥ്യബോധമില്ലാത്ത ഈ രാജ്യത്തിന്റെ പൗരന്മാരായ മുസ്ലിം ജനവിഭാഗത്തിനെതിരെ, ദളിത് വിഭാഗത്തിനെതിരെ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഈ പറയുന്ന നരേന്ദ്രമോദിയും ഈ പറയുന്ന BJPയുടെ ആളുകൾക്കൊക്കെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അത് ജയിക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ്. BJP രാജ്യത്ത് അധികാരത്തിൽ വരില്ല എന്ന അറിവിന് ശേഷമാണ്. നമുക്കറിയാലോ, രാജ്യം ആദ്യം തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോ നിസ്സാരമായി ജയിക്കാമെന്നാണ് സ്വാഭാവികമായും BJP കരുതിയിരുന്നത്. ഈ രാജ്യത്തിന്റെ മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ചർച്ച ചെയ്തിരുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ, മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങനെ ചർച്ച ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂടെടുത്തതോടുകൂടി, ആദ്യഘട്ട 2ാം ഘട്ട പോളിംഗ് തുടങ്ങിയതോടുകൂടി നമുക്ക് കൃത്യമായി രാജ്യത്തിന് മനസ്സിലായി, ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് BJP ഇതാ പടിയിറങ്ങുകയാണ്. പിന്നീട് എന്താ പറയുന്നത്? ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ അങ്ങനെയാകും ഇങ്ങനെയാകും എന്നാണ് ഇപ്പൊ പറയുന്നത്. ആദ്യം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയില്ല, ആ മുന്നണി അധികാരത്തിലേറില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാലുള്ള കുഴപ്പങ്ങളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഓരോ രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ശബ്ദം ശ്രമിക്കുന്ന
ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല. ആദ്യമായി BJPയും ഈ പറയുന്ന നരേന്ദ്രമോദിയും ഒക്കെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയല്ല ഈ ഭീഷണി മുഴക്കിയത്, ഹിന്ദുക്കൾക്കെതിരെയാണ്. എന്താ പറഞ്ഞത്? ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞത് എന്താ? അയോധ്യയിലെ രാമനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ രാമനവമി ആഘോഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. രാമനവമി ആഘോഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ എങ്ങനെ അവിടെ ആ അമ്പലം പണിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പോലും അത് വ്യക്തമായി ഈ രാജ്യത്തിന് മുന്നിൽ അടിമരയിട്ട് പറഞ്ഞ അനീതിയുടെ മേൽ പൊക്കിയ ഒരു കെട്ടിടത്തിൽ അവിടെ സന്ദർശിക്കാത്തവർ രാമനവമി ആഘോഷിക്കേണ്ടതില്ല എന്ന ഒരു അഹങ്കാരത്തിന്റെ ഭാഷ പറഞ്ഞത് ഈ നരേന്ദ്രമോദിയ. പിന്നെ രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും ഒക്കെ മട്ടൻ കഴിക്കുന്നു, ഭീഷണിപ്പെടുത്തുക. അവരൊക്കെ മട്ടൻ കഴിക്കുന്നവരാണ്. മട്ടൻ കഴിക്കാത്ത ഹൈന്ദവരായി ഈ രാജ്യത്തെ ആളുകൾ മാറുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. അതും രാമനവമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ പറയുന്നത്. രാമനവമിയുടെ കഥ നമുക്കറിയാലോ. കഴിഞ്ഞ വർഷം 6 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം ഒരേ ആഘോഷത്തിന്റെ പേരിൽ ഒരേ സമയത്ത് നടന്ന കലാപം രാമനവമി. നിരവധി ആളുകൾ മരണപ്പെട്ടു, നിരവധി കലാപങ്ങളുണ്ടായി, നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അത്തരം കലാപങ്ങളുണ്ടായ ആ രാമനവമി ദിനത്തിലും അതുമായി ബന്ധപ്പെട്ട ആഘോഷവും ഇപ്രാവശ്യവും അത്തരം കലാപങ്ങൾ ഉണ്ടാകണമെന്ന ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരം പരാമർശങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇവിടുത്തെ ദളിത് വിഭാഗത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ബിജെപിയുടെ അധികാരത്തിൽ നിന്ന് ഏതെങ്കിലും ദളിത് വിഭാഗത്തിന് ഗുണമുണ്ടോ? നമുക്കറിയാലോ, കഴിഞ്ഞ മാസമല്ലേ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ 2 ദളിത് സ്ത്രീകളെ, നമ്മൾ മണിപ്പൂരിലെ സ്ത്രീകളെ വിവസ്തരാക്കിയിട്ട് ഓടിച്ചു നടത്തിയത് നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു. പക്ഷേ ഛത്തീസ്ഗഡിൽ 2 ദളിത് യുവതികളെ നഗ്നരാക്കി നടത്തിയതിനു ശേഷം അവരുടെ തല അടിച്ചു പൊട്ടിച്ച് രക്തം വാർത്തിയ ഒരു സംഘം ഈ BJP ഭരിക്കുന്ന ഭരണത്തണലില. അവരുടെ കുടിലുകൾ അടിച്ചു തകർത്തത്, അഗ്നിക്കിരയാക്കിയത് ഈ BJP ഭരിക്കുന്ന അധികാരത്തിന്റെ തണലില. നമുക്കിത് മറക്കാൻ കഴിയോ? ഇവിടുത്തെ ദളിത് സമൂഹത്തിന് മറക്കാൻ കഴിയുമോ? ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും കലാപങ്ങളും നാം കണ്ടില്ലേ? കഴിഞ്ഞ 2024 ജനുവരി മാസം 1-ാം തീയതി മുതൽ മാർച്ച് മാസം വരെ 75 ദിവസത്തെ കണക്ക് വെച്ച് മാത്രം 161 കലാപങ്ങളാണ് രാജ്യത്തിന്റെ ക്രൈസ്തവർക്ക് നേരെ ഈ രാജ്യത്ത് നടന്നത്. അറിയോ? 161 കലാപങ്ങൾ. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 33 ഗ്രാമങ്ങളാണ് ഈ RSSന്റെയും BJPയുടെയും നേതൃത്വത്തിൽ അക്രമം നടന്നത്. മധ്യപ്രദേശിൽ ക്രൈസ്തവർക്കെതിരെ അക്രമം നടന്നു, ഛത്തീസ്ഗഡിൽ നടന്നു, ഉത്തരാഖണ്ഡിൽ നടന്നു, ഗോപൂജയുടെ പേരിൽ ഈ രാജ്യത്ത് അക്രമം നടന്നു. അങ്ങനെ നിരവധിയായ അക്രമങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ നടക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ മഞ്ചേരിയൻ ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് 200-ലധികം RSSന്റെ നേതാക്കൾ, ബജ്രംഗിന്റെ നേതാക്കൾ ആ സ്കൂളിലേക്ക് ഇരച്ചു കയറുകയാ. അവിടുത്തെ മദർ തെരേസയുടെ ആ പ്രതിമകൾ അടിച്ചു തകർക്കുകയാ, ആ സ്കൂളിന്റെ ജനാലുകൾ അടിച്ചു തകർക്കുകയാ, അവിടുത്തെ മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ ജയ് ശ്രീറാം വിളിക്കുകയാ. 200-ലധികം ആളുകൾ ആ ഹൈഎഫിന്റെ ആ സംഘപരിവാർ നേതാക്കന്മാരുണ്ടായിട്ട് 4 പേർക്കെതിരെ കേസെടുക്കാൻ ഈ പോലീസിന് കഴിഞ്ഞോ? എന്തെങ്കിലും കമ എന്നൊരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞോ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളും സുരക്ഷിതരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ആരും സുരക്ഷിതരല്ല. പക്ഷേ രാജ്യം അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാജ്യത്ത് ഇത്തരം വിദ്വേഷങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രാജ്യത്ത് വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടണ്ടേ?
90-ന് ശേഷം ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ഈ 2012, 2021, 2022 കാലത്ത് ഈ രാജ്യത്തുണ്ടായത്. ഒറ്റ വർഷം മാത്രം 7.5 കോടി ഇന്ത്യൻ ജനത അതീവ ദരിദ്രരായി മാറി എന്ന് രേഖകൾ പറയുമ്പോ ആ രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? തൊഴിലില്ലായ്മ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത് പറയുമ്പോ അത് രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ടേ? അങ്ങനെ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഇലക്ഷൻ നടക്കുമ്പോ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മോഡി പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് കുറച്ച് സാരി വിതരണം ചെയ്യുകയാണ്. സാരി വിതരണം ചെയ്തപ്പോ അവിടുന്ന് 100 കണക്കിന് 100 സ്ത്രീകൾ അവിടേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടാ പറഞ്ഞ് ആ സാരികൾ ഒന്നടങ്കം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് സാരിയല്ല, ഞങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ കർഷകരാണ്, ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ 3000 കോടി രൂപ മുടക്കി പ്രതിമകൾ പണിയുമ്പോ ആ 3000 കോടിയിൽ നിന്ന് 10 രൂപ മുടക്കി ഈ രാജ്യത്ത് കനാലുകൾ പണിഞ്ഞിരുന്നെങ്കിൽ ഈ കൃഷി ഞങ്ങൾക്ക് ഇത്രമാത്രം ദുരിതമാകുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സാരി വേണ്ട, ഞങ്ങൾക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാരികളൊക്കെ തന്നെ വലിച്ചെറിഞ്ഞത് ഈ രാജ്യം കണ്ടതല്ലേ? ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അത്? പക്ഷേ ഈ രാജ്യത്തെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടികളും അത്തരം ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം BJPയുടെ ഇത്തരം സമീപനങ്ങൾ ഇനിയും തിരിച്ചറിയാൻ നമ്മൾ വൈകരുത് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഈ വിദ്വേഷം നിറഞ്ഞ രാഷ്ട്രീയം കേരളത്തിൽ ഒരുപക്ഷെ വില പോകില്ല. ഉത്തരേന്ത്യയിൽ ഒരുപക്ഷെ അതിന് സ്വീകാര്യത നേടുക, ആ ഉത്തരേന്ത്യയിൽ സ്വീകാര്യത നേടുമെന്ന ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരം പരാമർശങ്ങൾ ഒരുപക്ഷെ മോഡിയിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന ചില ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ചർച്ച? BJPയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചർച്ച. BJPയിലേക്ക് പോകുന്നത് ആരൊക്കെയാ? CPMന്റെ നേതാവ് EP ജയരാജൻ, അദ്ദേഹം BJPയിലേക്ക് വരികയാണ് എന്ന് BJPയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുകയാണ്. അവർ തന്നെ പറയുന്നു, കോൺഗ്രസിന്റെ അധ്യക്ഷൻ സുധാകരൻ, അദ്ദേഹം ഈ പ്രസിഡന്റ് പദം കിട്ടിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം BJPക്കാരനായനെ എന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം വിൽപ്പനക്കുകയാണ്. അങ്ങനെ ഈ കേരള രാഷ്ട്രീയവും മലീമസമായിരിക്കുന്നു. ഇത്തരം BJPയുടെ വിദ്വേഷ പ്രചരണങ്ങളിലൂടെയൊന്നും ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾ ഇതിന് സ്വീകാര്യത നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന LDF ആയാലും UDF ആയാലും അത്തരം നീക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. നമുക്കറിയാമോ, ഇന്നലെയും TG മോഹൻദാസ് എന്താ പറഞ്ഞേ? ഏത് പാതിരാത്രിയിലും CPMന്റെ എല്ലാ നേതാക്കളെയും വിളിക്കാൻ ഓരോ RSSകാരനും കഴിയും, അത്രമാത്രം അടുപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നേ. പിന്നെന്താ പറഞ്ഞേ? 1991 കോൺഗ്രസുമായി ഞങ്ങൾ സഖ്യമുണ്ടാക്കി, മലബാർ മേഖലകളിൽ ഞങ്ങൾ സഖ്യമുണ്ടാക്കി, അത് ഗുണമില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ പിന്നെ അത് ഒഴിവാക്കി. പിന്നെന്താ പറഞ്ഞേ? CPMുമായി ഞങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. കഴക്കൂട്ടത്ത് MV രാഘവൻ മത്സരിച്ചപ്പോ അദ്ദേഹം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് RSSന്റെ സഹായം നേടി CPM. അങ്ങനെ ഞങ്ങൾ സഹായിച്ചു. മറുപക്ഷത്ത് BJPയെ മറ്റു പലയിടത്തും സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ RSSകാർ വന്ന് തുറന്നു പറയുമ്പോ അതിനെതിരെ ഒന്നും മിണ്ടാൻ EP ജയരാജനോട് നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത പാർട്ടിയായി CPM മാറുമ്പോ രാജ്യത്തിന്റെ പ്രബല പാർട്ടികളൊക്കെ തന്നെയും അത്തരം മലീമസമായ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം ഈ കേരള രാഷ്ട്രീയവും മാറുന്നുവെന്നത് ഈ പ്രബുദ്ധ കേരളം ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായി പ്രവർത്തിക്കണം. ഈ രാജ്യത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ വിദ്വേഷ പ്രചരണങ്ങളെ തിരിച്ചറിയണം. ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം നീതിപൂർവമാകണം, മതേതരമാകണം. ഈ രാജ്യത്ത് അഖണ്ഡത പുലർത്തുന്ന, മതേതരത്വം പുലരുന്ന, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്ന, രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു നല്ല നാളേക്കായി നമുക്കൊന്നായി ഈ രാജ്യത്തിന് വേണ്ടി അണിനിരക്കേണ്ടതുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നീ തെരുവുകളിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്ത് അത്തരം സമാധാനപൂർണമായ ഐക്യപൂർണമായ രാജ്യം കെട്ടിപ്പടുക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്ന് ഈ രാജ്യം ശിഥിലമായി പോകരുത്.
രാജ്യത്തിന്റെ ഭരണഘടന ശിഥിലമായി പോകരുത്, രാജ്യത്തിന്റെ മതേതരത്വം തകർന്നു പോകരുത്. രാജ്യത്ത് ഈ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തൊരു പുതിയ സംവിധാനം ഉണ്ടാകണം. ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എപ്പോഴും RSSനോടൊപ്പം കൂടിച്ചേരാൻ കഴിയുന്ന ഈ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയോ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ രാജ്യത്ത് നിവർന്നു നിന്നുകൊണ്ട് RSSന്റെ അരുതായ്മകളെ അരുത് എന്ന് പറയാൻ നട്ടലുള്ള പ്രാപ്തിയുള്ള പ്രാണിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്നെ പുതിയ ജീവൻ നൽകാൻ ഈ രാജ്യത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകണം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒപ്പം അണിനിരക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.